സർ, ഇന്നലെ ചർച്ചകൾക്കിടയിലൊക്കെ ഇപ്പൊ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം ആ സ്ത്രീയല്ലേ തീരുമാനിക്കേണ്ടത്? അതിന് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? മാഡം ഇപ്പം പറഞ്ഞതിനോട് യോജിക്കുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരു കാരണവശാലും നടത്തരുത്. നമ്മൾ ആരും അതിനെ ന്യായീകരിക്കുകയും ചെയ്യരുത്. കുന്തി എന്നുള്ള ശ്രീ ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശം, ബോച്ചയുടെ പരാമർശം ഉപയോഗിച്ചുകൂടാത്തതാണ്. അതിനെതിരെ വിമർശിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ബോച്ചയെ മാപ്പ് പറയണമെന്നും പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനും പ്രശ്നങ്ങളില്ലേ കേരളത്തിൽ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാം, ഞാൻ ഇത് തർക്കിക്കാൻ വേണ്ടിയല്ല, ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. കേരളത്തിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ? അപ്പം നമ്മളിത് കണ്ണടച്ചിരുട്ടാക്കരുത്. പല ആൾക്കാർക്കും ഇത് വെളിയിൽ പറയാൻ പേടിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീ വിരുദ്ധനായി പോകുമോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ലേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിബറൽ അല്ലാതായി പോകുമോ. രാഹുൽ ഈശ്വർ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 99% ഞാൻ പറയുന്ന നിലപാടിനോട് യോജിക്കുന്നവരാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ. കാരണം സമൂഹത്തിന് കുറച്ച് മാന്യത, മര്യാദ, സഭ്യത തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രങ്ങൾക്ക് മാന്യത വേണം. രാഹുൽ ഈശ്വർ സംസാരിക്കുമ്പോൾ മാന്യത വേണം. അതേപോലെ നമ്മുടെ ഹണി റോസ് അടക്കമുള്ളവർ വസ്ത്രധാരണം, അല്ലെങ്കിൽ ഹണി റോസ് അല്ലെങ്കിൽ അമല പോൾ അല്ലെങ്കിൽ ദിവ്യ പ്രഭ ആരാണെങ്കിലും വസ്ത്രധാരണത്തിന് സഭ്യത വേണം. ഇത് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കുറ്റമാണോ? അപ്പൊ ഇത് പലപ്പോഴും ആൾക്കാർ കണ്ണടച്ചിരുട്ടാക്കുകയും അങ്ങനെയൊന്നും ആണെങ്കിൽ പ്രശ്നമില്ലെന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഓർക്കുക, ബോച്ചെ പറഞ്ഞതിനെ ബോച്ചെ പോലും ന്യായീകരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ബോച്ചെ ക്ഷമ പറയാൻ തയ്യാറാണ്, ഹണി റോസിന് വിഷമിച്ച് വേദനിച്ചെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ദയവായി ഇത്തരം കാര്യങ്ങളിൽ ഒരു മിതത്വം നമ്മൾ പാലിക്കണം. വസ്ത്രത്തിലും മിതത്വം വേണം, വാക്കിലും മിതത്വം വേണം. പക്ഷെ ഈ ഹണി റോസിനെ പോലെയുള്ള അല്ലെങ്കിൽ അമല പോളിനെയുള്ള ഇപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ സ്ത്രീകളെയും നമുക്ക് എടുക്കാം. അവർ അവരുടെ രീതിയിൽ ഇപ്പോൾ വസ്ത്രധാരണത്തെയോ ഭക്ഷണ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. ഒരു സ്ത്രീ ഒരു വസ്ത്രത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൾഗാരിറ്റി ഉണ്ട് എങ്കിൽ അതിനെ വലിയ രീതിയിൽ മോശപ്പെടുത്തുന്ന, അതിനെ ഇത്തരത്തിൽ കമന്റുകൾ പോലെ വന്ന് അതിനെ അശ്ലീലം പറയുന്ന രീതിയെ അത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. അവിടെയാണ് അശ്ലീലം പറയാൻ പാടില്ല. ഹണി റോസിനെ ബഹുമാനത്തോടെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ചുമ്മാ ആലങ്കാരികമായിട്ട് പറയുകയല്ല. ഹണി റോസിനെ കുറിച്ച് പണ്ട് തൊട്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. ബോയ് ഫ്രണ്ട് എന്നുള്ള അവരുടെ ആദ്യ സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹണി റോസിനെ കുറിച്ച്, ഹണി റോസിന്റെ കുടുംബക്കാരെ കുറിച്ചൊക്കെ വളരെ നല്ല കാര്യമാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് നാഷ് ഖാൻ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഹണി റോസ് സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ്. എനിക്ക് തോന്നുന്നു തെലുങ്കിലടക്കം സൂപ്പർ താരങ്ങളുടെ നായികയും മറ്റുമായിട്ടൊക്കെ അഭിനയിച്ചതാണ്. അതേപോലെ അമല പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടിയാണ്. പക്ഷേ ഇപ്പൊ അമല പോൾ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹണി റോസ് ഇനോഗ്രേഷന് പോകുമ്പോഴോ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്ന, മിതത്വമില്ലാത്ത, മാന്യത കുറഞ്ഞ, സഭ്യത കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും. ഇനി ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. അത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല, എന്നിരുന്നാലും സത്യസന്ധത ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ആണുങ്ങളുടെ സെക്ഷുവാലിറ്റി വിഷ്വലാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ ലൈംഗികത കണ്ണിലാണ്. പെണ്ണുങ്ങളുടെ സെക്ഷുവാലിറ്റി കൂടുതലും മെന്റലാണ്. ഇത് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് പുരുഷ ലൈംഗികത കൂടുതൽ കണ്ണിലൂടെയാണ്, മൈൻഡിലും ഉണ്ട്, പക്ഷെ കണ്ണിലൂടെയാണ് കൂടുതൽ. സ്ത്രീ ലൈംഗികത കൂടുതൽ മൈൻഡിലാണ്, എന്നാൽ കണ്ണിലൂടെയും ഉണ്ട്. അപ്പോൾ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇതിൽ പുരുഷ ലൈംഗികത കണ്ണിലായതുകൊണ്ടും വിഷ്വലായതുകൊണ്ടും പുരുഷന് കണ്ണിന് മിതത്വവും വേണം, സ്ത്രീക്ക് വസ്ത്രധാരണത്തിന് മിതത്വവും വേണം. ഇങ്ങനെ തന്നെയാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ നമ്മുടെ തത്വസംഹിതകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ബയോളജിക്കൽ റിയാലിറ്റിയാണ്. അപ്പൊ ഹണി റോസ് മിതമായ വസ്ത്രം ധരിക്കണം. ഹണി റോസ് കണ്ടാൽ വളരെ സുന്ദരിയാണ്, പ്രഗത്ഭയാണ്, നല്ല കലാകാരിയാണ്. ഇന്ന് അവരുടെ ഒരു സിനിമ ഇറങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, റേച്ചൽ എന്നൊരു സിനിമ. അതിനൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഹണി റോസ് സമൂഹത്തിന്റെയും ലോകത്തിന്റെയും ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കുറെ കൂടെ മിതമായ വസ്ത്രധാരണം, അല്ലെങ്കിൽ ധാരണത്തിലെ മിതത്വം. ഇപ്പൊ ഹണി റോസ് സാരിയാണ് ധരിക്കുന്നത്. സാരി നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ ടിപ്പ് ബെർസാ പാനിയിൽ രവീന ടണ്ടൻ സാരി ധരിക്കുന്നത് ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ആരും പറയുമെന്ന് തോന്നില്ല. അപ്പോൾ ആ സാരി ധരിക്കുന്ന രീതികൾ, ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു കുറച്ചുകൂടി ഒരു മിതത്വവും കാര്യങ്ങളും വേണമെന്നുള്ളതല്ലേ. ഇത് രാഹുൽ ഈശ്വറിന്റെ അല്ലല്ലോ. എല്ലാ മലയാളികൾക്കും 99% മലയാളികൾക്കും ഈ കാഴ്ചപ്പാടല്ലേ. അവർക്ക് തുറന്നു പറഞ്ഞാൽ മാധ്യമങ്ങൾ ആക്രമിക്കും, ലിബറൽ കയ്യടി പോവും, അല്ലെങ്കിൽ പുരോഗമനവാദി അല്ലാതെയാകുമെന്നൊക്കെ പേടിച്ച് പറയാതിരിക്കുന്നതല്ലേ.
ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഹണി റോസ് തന്നെ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് രംഗത്ത് വന്നു. അത് മാത്രമല്ല ചില സ്ത്രീകൾ അടക്കം പറയുന്നത് രാഹുൽ ഈശ്വർ എപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു സ്ത്രീക്ക് വസ്ത്രം ധരിക്കണം, എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ഇല്ലേ, അത്തരത്തിലുള്ള ഒരു രീതി രാഹുൽ ഈശ്വർ ഇപ്പോ കഴിഞ്ഞ ഒരു വർഷം ഒന്ന് നോക്കുക. കഴിഞ്ഞ ഒരു വർഷം പെട്ടെന്ന് ഓർമ്മയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്ത നിലപാട് പൂർണ്ണമായി തെറ്റും, രാഹുൽ ഈശ്വർ എടുത്ത നിലപാട് പൂർണ്ണമായും ശരിയുമെന്നാണ് നമ്മൾ വിജയബാബുവിന്റെ കേസിൽ കണ്ടത്, എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ കണ്ടത്, ദിലീപിന്റെ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ വിധി ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരുമായിരിക്കും. ശ്രീ സിദ്ദിഖിന്റെ കേസിൽ കണ്ടത്. അപ്പൊ ഇതിന്റെ അല്ലെങ്കിൽ ശ്രീ മുകേഷിന്റെ കേസിൽ കണ്ടത്, പെട്ടെന്ന് ഓർമ്മ വന്ന കേസുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആണുങ്ങൾക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിന് കൈയടിക്കുന്ന ഒരു മാധ്യമ സമൂഹം ഇവിടെയുണ്ട്. ആദരണീയനായ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ ബഹുമാനത്തോടെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടെ ഹണി റോസിനെ ഫോണിൽ വിളിച്ചല്ലോ, പക്ഷേ നവീന്റെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചോ? അല്ലെങ്കിൽ അപ്പം ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്ത്രീ എന്തു പറഞ്ഞാലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അംഗീകരിച്ചോണം. പുരുഷൻ എന്ത് ന്യായമുണ്ടെങ്കിലും അത് നോക്കരുത്. പുരുഷനെ പീഡിപ്പിക്കുന്നതാണ് പുരോഗമനവാദം, പുരുഷനെ ജയിലിലിടുന്നതാണ് പുരോഗമനവാദം, ലിബറലിസം, ഫെമിനിസം എന്നൊരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. അവിടെയാണ് ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാട് നമുക്ക് എടുക്കരുത്. മെയിൽ ഷോവനിസ്റ്റുകൾ കാണാം, ഇല്ലെന്ന് ആരും പറയുന്നില്ല. ഇപ്പൊ ഈ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ പരാമർശങ്ങളിൽ പറയാറുണ്ട്, ഒരു കാരണവശാലും ഹണി റോസിനെ നേരിട്ട് വിമർശിക്കണം, ബഹുമാനത്തോടെ വിമർശിക്കണം, റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസം ആകണം. അല്ലാതെ വളഞ്ഞ വഴി ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് പരാമർശിക്കുകയല്ല നമ്മൾ വേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളൊരു മാന്യത കാണിക്കണം. ഇനി ഒരു വരി കൂടി, വേണമെങ്കിൽ ബോച്ചയെ ന്യായീകരിക്കാനാണെങ്കിൽ എനിക്ക് വന്ന് പറയാം, ഷഫാഖ് നാസ് എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് ബോച്ച യഥാർത്ഥത്തിൽ പറഞ്ഞത്. കുന്തി ആയിട്ട് മഹാഭാരതം സ്റ്റാർ പ്ലസ് അനുവദിച്ച ഷഫാഖ് നാസ് ആണ്, അതിനെക്കുറിച്ചാണ് ബോച്ച പരാമർശിക്കുന്നത് മറ്റേ പരിപാടിയിൽ. അപ്പോൾ അതാണെന്ന് പറയാം. പക്ഷേ നമുക്ക് അത് സത്യസന്ധതയില്ലാത്ത ആർഗ്യുമെന്റ് ആണ്. എല്ലാവർക്കും അറിയാം ബോച്ച എന്താണ് ഉദ്ദേശിച്ചത്, എല്ലാവർക്കും അറിയാം ബോച്ച എങ്ങനെ ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതാണ്. അപ്പോൾ ആ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് ബോച്ച പിന്നീട് മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ആ മാപ്പ് ഹണി റോസ് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറയും. അങ്ങനെയല്ല, ഹണി റോസിനും മിതത്വം വേണം, ബോച്ചയ്ക്കും മിതത്വം വേണം, രാഹുൽ ഈശ്വറിനും മിതത്വം വേണം. ഈ മിതത്വം നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും വേണം. ഒരു ചോദ്യം കൂടി, ഈ പലരും ഇപ്പോ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് തന്നെ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീകളെ പലപ്പോഴും ഈ കച്ചവട വസ്തുക്കളാക്കി അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് മാറ്റുന്ന രീതിയുണ്ട്. ഈ ഉദ്ഘാടന വേദികളിൽ ഇപ്പൊ സണ്ണി ലിയോൺ ഒരു കേരള സാരി ധരിച്ചു വന്നാൽ പോലും അത് കാണാനല്ല, സണ്ണി ലിയോൺ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ ആളുകൾ വരുന്നത്. മാന്യമായി വസ്ത്രം ധരിച്ച് ഒരു ഉദ്ഘാടന വേദിയിൽ എത്തിയാൽ അവർക്ക് എന്താ പറയുക, അവർക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക ആ മേഖല ലഭിക്കുന്നില്ല. മാഡം ഇപ്പൊ റൈസ് ചെയ്ത പോയിന്റ് ആണ് കമോഡിഫിക്കേഷൻ, സെക്ഷുവലൈസേഷൻ, ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വുമൺ എന്ന വാദഗതി. അതായത് കമോഡിഫിക്കേഷൻ ആണ്, വസ്തുവൽക്കരിക്കുകയാണ്, സെക്ഷുവലൈസേഷൻ ലൈംഗികവൽക്കരിക്കുകയാണ്, ഒബ്ജക്ടിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം തൊട്ട് സ്പൂൺ വരെ വിൽക്കാൻ ബിക്കിനി ഇട്ട പെൺകുട്ടികളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ക്രിക്കറ്റിന്റെ ആരാധകനാണ്, പക്ഷേ IPL 4 or 6 അടിച്ചാൽ പോലും കുട്ടി സ്കേർട്ടുകൾ ഇട്ട, മിനി സ്കേർട്ട് ഇടുന്ന ആൾക്കാരെ കൊണ്ട് ചിയർ ലീഡറായി ഡാൻസ് കളിപ്പിച്ചാലേ ഇവിടുത്തെ ആൾക്കാർക്ക് സന്തോഷമുള്ളൂ. അപ്പൊ ഇത് സ്ത്രീ ശരീരത്തെ ദുരുപയോഗം ചെയ്യുകയാണ്, സ്ത്രീ ശരീരത്തെ മിസ്യൂസ് ചെയ്യുകയാണ് എന്ന് നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിയണം. ഈ സൗന്ദര്യമൊക്കെ നല്ലതാണ്, പക്ഷെ ആ സൗന്ദര്യം വൾഗാരിറ്റിയായി മാറരുത്. അപ്പോൾ നമ്മുടെ തന്നെ എത്രയോ വലിയ അഭിനേത്രിമാരുണ്ട്, നമ്മുടെ ശ്രീമതി ശോഭനയുണ്ട്, ശ്രീമതി മഞ്ജു വാര്യരുണ്ട്, ശ്രീമതി കാവ്യ മാധവനുണ്ട്, എത്രയോ പേര് ഇനോഗ്രേഷൻ അടക്കം പല പരിപാടികൾക്കും പോകുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികൾക്ക് പോകുമ്പോൾ മനഃപൂർവ്വം വൾഗർ ആംഗിളുകളിൽ നിന്ന് വീഡിയോയും ചിത്രങ്ങളും എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനെ നമ്മുടെ പെൺകുട്ടികൾ സപ്പോർട്ട് ചെയ്യരുത്. ഈ സൗന്ദര്യം വേറെ, ആ സൗന്ദര്യത്തിന്റെ പരിധികൾ ലംഘിക്കുന്ന സഭ്യതയില്ലായ്മ വേറെ, ഇത് രണ്ടും രണ്ടല്ലേ? അപ്പം ബ്യൂട്ടി വേറെ, വൾഗാരിറ്റി വേറെ. ബ്യൂട്ടി വൾഗാരിറ്റിയായി മാറരുത്. സൗന്ദര്യത്തെ നമ്മൾ പ്രശംസിക്കണം, അംഗീകരിക്കണം, എന്നാൽ വൾഗാരിറ്റിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അതിലെ പോയിന്റ്. ഇതിപ്പോ രാഹുൽ ഈശ്വറിന് ഭയമുണ്ടോ? ഹണി റോസ് ഇനി രാഹുൽ ഈശ്വറിനെ അകത്താക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ ആളുകൾ ഇപ്പോ രാഹുൽ ഈശ്വർ പറയുന്ന പല വീഡിയോയുടെയും താഴെ നമ്മൾ കമന്റുകൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഈശ്വറിനോടൊപ്പമാണ് കേരള സമൂഹം എന്ന് പറയുന്നവരാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട 3100 കമന്റിലും ഒരു 3000 കമന്റും അങ്ങനത്തതാണ് എന്നാണ് ഞാൻ
സന്തോഷം കൂടെ പങ്കുവെക്കാനുള്ളത് ഞാനും ഹാഷ്മിയും തമ്മിലുള്ള തർക്കം, ഞങ്ങൾ ഫ്ലവേഴ്സ് ന്യൂസ് 24 ഇരുന്ന തർക്കം ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ തന്നെ യൂട്യൂബിൽ നമ്പർ 1 ട്രെൻഡിങ് ആയിരുന്നു. അതിന്റെ താഴെ ആയിരക്കണക്കിന് നിയർലി 10,000-ഓളം കമന്റുകൾ വരികയുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്താൽ 99% ഞാൻ പറയുന്നത് യോജിക്കുകയാണ്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുലിനോട് മറ്റു പല കാര്യങ്ങളിലും വിയോജിപ്പാണ്, ഈ കാര്യങ്ങളിലാണ് യോജിപ്പം. ഒരു കാര്യത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ അത്തരം ഒരു സാംസ്കാരിക മൂല്യത്തിന് വേണ്ടി നിൽക്കുന്നത് അത് കേരളത്തിന്റെ സംസ്കാരമാണ്. നോക്കിയാൽ അറിയാം, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത ആംഗിളുകളിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ആൾക്കാർക്ക് യോജിപ്പുള്ളത് നമുക്കൊരു ആലങ്കാരികമായിട്ട് പറയുകയാണ്, നെഗറ്റീവായിട്ടല്ല. സുഡാപ്പിയും സംഘിയും കമ്മിയും കൊങ്ങിയും എല്ലാം ഈ വിഷയത്തിൽ അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് അവരാണ് കേട്ടോ സോഷ്യൽ മീഡിയ പ്രയോഗം നടത്തിയതേ ഉള്ളൂ. അവരെല്ലാം ഈ വിഷയത്തിൽ ഒരു സാംസ്കാരിക നിലപാട് എടുക്കുന്നത് കേരളത്തിന്റെ നന്മയാണ്. നമുക്കെല്ലാം സൗന്ദര്യത്തെ ആദരിക്കാം, പക്ഷെ ആ സൗന്ദര്യം വൾഗാരിറ്റി ആകരുത് എന്നുള്ള മലയാളിയുടെ ആത്മസാക്ഷാത്കാരത്തിന്റെയും സംസ്കാരത്തിന്റെയും നല്ല ചിഹ്നങ്ങളാണവ. അതിനെ പോസിറ്റീവായി കാണണം. ഈ വിഷയത്തിൽ സ്ത്രീ സമൂഹം എനിക്ക് തന്ന പിന്തുണയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഹണി റോസ് എന്നെ വിമർശിക്കുന്നു, ഹണി റോസ് എനിക്ക് കൺട്രോൾ പോകുമെന്ന് ചോദിക്കുന്നു. അതൊക്കെ ഹണി റോസ് ഒരുപക്ഷെ അവരുടെ ആ ദേഷ്യത്തിൽ തോന്നിയുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അതിനെയൊക്കെ ബഹുമാനിക്കുന്നു. ഹണി തന്നെ പറഞ്ഞതൊരു കാര്യമുണ്ട്, അമ്പലങ്ങളിൽ ഡ്രസ് കോഡ് ഞാൻ കൊണ്ടുവരും, ഞാൻ പൂജാരി ആയിരുന്നെങ്കിലെന്ന്. ഹണി ശ്രദ്ധിച്ച് കാണില്ല, അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഓൾറെഡി ഡ്രസ് കോഡുണ്ട്. എനിക്ക് വത്തിക്കാനിൽ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, വത്തിക്കാനിലും ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡ് എന്തുകൊണ്ടാണ്? അത് സ്ത്രീയെ എതിർക്കാനല്ല. സ്ത്രീയെ ആകട്ടെ പുരുഷനാകട്ടെ എല്ലാ കാര്യത്തിനും ഒരു മിതത്വം വേണം എന്ന മഹത്തരമായ സന്ദേശമാണ് ആ മിതത്വം, മോഡറേഷൻ, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ഡീസൻസി. ഇത് നമ്മുടെ ഭരണഘടനയിലും ഉണ്ട്. നമ്മുടെ ഭരണഘടനയിലും ഡീസൻസി ആർട്ടിക്കിൾ 19 ഭാഗമായി അതിന്റെ ലിമിറ്റേഷനായി ഡീസൻസി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ആ ഡീസൻസി എന്ന സങ്കല്പമേ വേണ്ടാന്ന രീതിയിലാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പെരുമാറുന്നത്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കിയാൽ അറിയാം, 99% മാധ്യമങ്ങളും ഹണി റോസിനൊപ്പമാണ്, പക്ഷെ 99% സാധാരണ ജനങ്ങളും ഞാൻ പറയുന്ന പോയിന്റിനൊപ്പമാണ്. ഓക്കെ, വളരെ നന്ദി സർ. താങ്ക് യു.